ആണും പെണ്ണും കൂടി ഉണ്ടായാലേ ഒരു കുട്ടീനെ ഉണ്ടാക്കാൻ പറ്റുള്ളൂ. ഒറ്റയ്ക്ക് വിചാരിച്ചാൽ പറ്റില്ല. പല പല ഡ്രഗ്സുകൾ ഉപയോഗിച്ചിട്ട് ഐഡിയാസ്, അതൊന്നും ഇറ്റ്സ് നോട്ട് ദ റൈറ്റ് തിങ്. അതൊക്കെ ഓരോരുത്തരുടെ സ്വാതന്ത്ര്യമാണ്. അതൊന്നും ഇറ്റ്സ് നോട്ട് ദ റൈറ്റ് വേ. ഞാൻ ജീവിക്കുന്നത് എനിക്ക് വേണ്ടിയും മറ്റുള്ളവർക്കും വേണ്ടി കൂടിയാണ്. അതുകൊണ്ട് മറ്റുള്ളവർക്ക് വേണ്ടി മാത്രമാണെങ്കിൽ അവർ മാത്രം പറയുന്നത് കേട്ട് നമുക്ക് ജീവിക്കാം. നിങ്ങൾ ഈ പരിപാടികളൊക്കെ നിർത്തണം, ഇത് കോപ്രായങ്ങളാണ് എന്നുള്ള രീതിയിലെങ്കിലും എപ്പോഴെങ്കിലും കമ്പാനിയൻ പറഞ്ഞിട്ടുണ്ട്? പിന്നെ അവർ ഈ കോപ്രായോ ഈ കോപ്പിലെ പരിപാടി നിർത്തണം എന്നൊക്കെ പറയാറുണ്ട്. അപ്പൊ സന്തോഷവും സങ്കടവും ഒക്കെ ഉണ്ടാവും അവർക്ക് ഇതൊക്കെ. അപ്പൊ ഈ നല്ല ഐഡിയ കിട്ടാനായിട്ട് ശരിക്കും എന്താണ് കഴിക്കേണ്ടത്? ഇതിന് രണ്ടിതാണ്. നല്ല ഐഡിയ കിട്ടാൻ ഒന്ന് നല്ല തന്തയ്ക്ക് ജനിക്കുക, പിന്നെ ഹോമിയോ മരുന്നുകളിലൊക്കെ സ്പിരിറ്റ് ഉണ്ട്. അപ്പൊ സ്പിരിറ്റ് നമ്മളെല്ലാവരും കഴിക്കുന്നുണ്ട്, മദ്യം കഴിക്കാത്തവരും ഓട്ടോമാറ്റിക് ആയിട്ട്. ഞാനത് ചെയ്യേണ്ടിയിരുന്നില്ല, അത് തെറ്റിപ്പോയി, അങ്ങനെ എന്തെങ്കിലും ബോച്ചയ്ക്ക് തോന്നിയിട്ടുണ്ടോ? പിന്നെ ഓഫ് കോഴ്സ്, ഞാനൊരു മനുഷ്യനല്ലേ, പച്ചയായ മനുഷ്യനല്ലേ. ഓക്കെ, അത് ഏതായിരിക്കും ഫസ്റ്റ് അങ്ങനത്തെ ഒരു ഇൻസിഡന്റ്? അത് ഇഷ്ടം പോലെ ഉള്ളത് കൊണ്ട് അങ്ങനെ ഓർത്ത് വെക്കാനില്ല, ഹോൾസെയിൽ ആയിട്ടുണ്ടാവും. ബോച്ചയ്ക്ക് തോന്നുകയാണ് സ്റ്റോപ്പ് എന്ന് പറയണം തോന്നുന്നു, ഒരു സ്ഥലത്ത് സ്റ്റോപ്പ് എന്ന് പറയണം, നോക്കിയിട്ട് പറയണം. ജസ്റ്റ് അങ്ങ് പറഞ്ഞാൽ മതി, സ്റ്റോപ്പ് എന്ന് പറഞ്ഞാൽ സ്റ്റോപ്പ് ചെയ്തു, ഇവിടെയാണ് സ്റ്റോപ്പ് ചെയ്തേക്കുന്നത്. ഇത്തരം കാര്യങ്ങളൊക്കെ ഞാൻ ഇങ്ങനെ പറയുമ്പോഴും ഇതെല്ലാം ബോച്ച തീരുമാനിച്ചെടുത്തതാണെന്ന് പറയുമ്പോൾ ബോച്ചയ്ക്ക് വിശ്വാസം തോന്നുന്നുണ്ടോ ഇതെല്ലാം ബോച്ചയുടെ തീരുമാനമാണെന്ന്? അതെ, പകുതി പണം കൊണ്ട് വീട് പണിയാം, ബാക്കി പകുതി പണം പലിശരഹിതമായി EMI സ്കീമിൽ 50 മാസം കൊണ്ട് തിരിച്ചടച്ചാൽ മതി. ബയത്ത് ഹോംസ് ഫോർ ബിൽഡേഴ്സ്, കേരളാസ് ലീഡിംഗ് ടെക് എനേബിൾഡ് ഹോം ബിൽഡർ. കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കൊടുത്തിട്ടുള്ള നമ്പറിൽ ബന്ധപ്പെടുക. ബോച്ചന്റെ അടുത്ത് ഒന്ന് രണ്ട് കാര്യങ്ങൾ ചോദിക്കാനായിട്ടും ബോച്ചനെ കാണാനായിട്ട് ഇവിടെ നമുക്കൊരു ഗസ്റ്റ് എത്തിയിട്ടുണ്ട്. ആരാണെന്ന് നമുക്ക് നോക്കാം. സുഖം. സുഖം. കഴിച്ചോണ്ടിരിക്കുകയായിരുന്നു. ഭക്ഷണമായിരുന്നു. മുട്ട തീറ്റിക്കായിരുന്നു ഇവരെന്നെ. അതെന്താണ് ഫേവറേറ്റ് ഫുഡ് വല്ലതാണോ? മുട്ട ബുർച്ചി പോലത്തെ ഇത് ഇഷ്ടമാണ്. അപ്പൊ ഇത് തന്നു. കുടിക്കാൻ അതിന് ശേഷമാണ് തരുന്നത്. അതല്ല എന്റെ കറക്റ്റ് ബയോളജിക്കൽ കാര്യം അല്ലേ? ഭക്ഷണം കഴിച്ചിട്ട് വെള്ളം കുടിക്കണമെന്നാണ്. അല്ല, ആദ്യം വെള്ളം അടിച്ചിട്ട് വേണം കഴിക്കാൻ. അങ്ങനെയാണോ ഇന്ത്യൻ കൾച്ചർ? എങ്ങനെയാണ്? ഞാൻ ഒരു ചെറിയ ഒരു സംഭവം കാണിച്ചിട്ട് തുടങ്ങിയാലോ? രസം. എൻ്റെ ഇത് ബോച്ചയ്ക്ക് വേണ്ടി ഞാൻ ചെയ്തുകൊണ്ട് വന്നതാണ്. പോക്കറ്റ് ഉണ്ടോ? ഇല്ല. വെറുതെ പോക്കറ്റിലേക്ക് ഇട്ടേക്കോ. പോക്കറ്റിലേക്ക് ഇട്ടു. ഇല്ല, കൂടോത്ര ഒന്നുമില്ല. ₹1 ഒരു കോയിൻ, ഒരു കാർഡ് ആൻഡ് വാലറ്റ്. കാശ് കൊണ്ടുള്ള കളിയാണ്. ഓക്കെ, ഇൻട്രസ്റ്റിംഗ്. ഇത് മൂന്നും പണമാണ്. അതായത് വാലറ്റും പണം ആണ് ശേഖരിച്ച് വയ്ക്കുക, കാർഡിനകത്തും പണമാണ്, കോയിൻ എന്ന് പറയുന്നത് ₹1 കോയിനാണ്. ബോച്ചെ ഞാനിങ്ങനെ പറയുന്നു, ബോച്ചെ വളരെ നന്നായിട്ട് ആലോചിച്ചതിന് ശേഷം ഞാൻ ഇൻഫ്ലുവൻസ് ചെയ്യാൻ ശ്രമിക്കുകയാണ്. ഇതിലേതെങ്കിലും ഒരെണ്ണം എടുക്കാം, നന്നായി ആലോചിച്ചിട്ട്. ക്വിക്കായിട്ട് എടുക്കരുത്, ഡിസിഷൻ ഒന്ന് ഒരു 30 സെക്കൻഡ്സ് മനസ്സിൽ കൊണ്ടുവന്നതിന് ശേഷം. വാലറ്റാണ്, ഒരുപാട് പണമുണ്ട് അതിനകത്ത്. കാർഡാണെങ്കിൽ അതിൽ കൂടുതൽ പണം ബാങ്കിൽ നിന്ന് നമുക്ക് വിഡ്രോ ചെയ്യാൻ പറ്റും. മറ്റത് ₹1 മാത്രമേ ഉള്ളൂ. ഏതെടുക്കും? ഇപ്പം ഞാനിങ്ങനെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ ശ്രമിക്കുകയാണെങ്കിൽ, ആ ചിന്തകളെ മാറ്റിവിടാൻ ശ്രമിക്കുകയാണെന്ന് ചിന്തിക്കാൻ വേണമെങ്കിൽ മനസ്സിൽ കുറച്ച് സ്കെപ്റ്റിക് ആകാം. അങ്ങനെയാണെങ്കിലും അതിനകത്തുനിന്ന് ഏതെടുക്കാം പറഞ്ഞെടുത്തു. എടുത്തു. ഞാനും വിചാരിച്ചു. നമ്മുടെ വിചാരം ഒന്ന് തന്നെയാണ്. ബോച്ചയുടെ തീരുമാനമാണ്. എന്റെ ചോദ്യം, ഡു യു വാണ്ട് ടു ചേഞ്ച് യുവർ മൈൻഡ്? നോ. അത് കയ്യിൽ വെച്ചു. ഈ 2 എണ്ണത്തിൽ ഒരെണ്ണം എന്നോട് എടുക്കാനായിട്ട് ആവശ്യപ്പെടാം. അത് എന്നോട് ഇന്നത് എടുത്തോളാം പറ. നിങ്ങളോ? കാർഡ് എടുത്തോളൂ. ഉറപ്പിച്ചോട്ടെ, കാർഡ് എടുക്കുകയാണ്. ഇതെന്റെ പോക്കറ്റ് ഇരിക്കട്ടെ. കുഴപ്പമില്ല, പോക്കറ്റ് എടുക്കും. ഇതെല്ലാം ബോച്ച തീരുമാനിക്കുന്ന കാര്യങ്ങളാണ്. ഇനി ഒരു കാര്യം കൂടെ ബോച്ചയുടെ അടുത്ത് കാണിക്കാം. എൻ്റെ കയ്യിൽ കുറേയധികം ഫിലിമുകളുടെ പോസ്റ്റേഴ്സിനെ വളരെ ചെറുതാക്കി ഞാനിങ്ങനെ വെച്ചിരിക്കുകയാണ്. ഇത് ഡോൺ ബ്രീത്ത് ഹൊററാണ്. ജോൺ വിക്കി, ലെജൻഡ്,
കമാൻഡോ, മർമൈഡ്, കരാട്ടെ കിഡ്, ജോക്കർ, ഇൻസെപ്ഷൻ. ഞാൻ എന്താ ചെയ്യുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ ഞാനിങ്ങനെ കാർഡുകൾ ഇങ്ങനെ ഡ്രോപ്പ് ചെയ്യാണ്, ഓരോന്നായിട്ട് ഇങ്ങനെ ഡ്രോപ്പ് ചെയ്തുകൊണ്ടിരിക്കുക. ബോച്ചയ്ക്ക് തോന്നുകയാണ് സ്റ്റോപ്പ് എന്ന് പറയണം എന്ന് തോന്നുന്നു, ഒരു സ്ഥലത്ത് സ്റ്റോപ്പ് എന്ന് പറയണം. നോക്കിയിട്ട് പറയണം. ജസ്റ്റ് അങ്ങ് പറഞ്ഞാൽ മതി, സ്റ്റോപ്പ് എന്ന് പറഞ്ഞാൽ സ്റ്റോപ്പ് ചെയ്തു. ഇവിടെയാണ് സ്റ്റോപ്പ് ചെയ്തേക്കുന്നത്. ഈ സ്റ്റോപ്പ് ചെയ്തിരിക്കുന്ന ഈ കാർഡ് ഒന്ന് നോക്കിയേ, ഏത് മൂവിയാണെന്ന് നോക്കിയേ. ടാക്സി ബ്ലൂസ്. ടാക്സി ബ്ലൂസ്. ആ ഓക്കെ. ഇനി സപ്പോസ് ടാക്സി ബ്ലൂസ് അല്ല അവിടെ എല്ലാം സ്റ്റോപ്പ് ചെയ്തിരുന്നെങ്കിൽ ഇതായിരിക്കും വരിക, T8 എന്നാണ്. ഇനി അതല്ലെങ്കിൽ നൈറ്റ് അറ്റ് മ്യൂസിയം, ഇതാണ് വരിക, അറ്റ് മ്യൂസിയം. അപ്പോൾ ഇതാണ് വളരെ റാൻഡമായിട്ട് ചൂസ് ചെയ്തിരിക്കുന്നത്. കാരണം ഇതെല്ലാം ഡിഫറെൻ്റ് ആയിട്ടുള്ള സിനിമകളാണ്. ഇതെല്ലാം ബോച്ചയുടെ തീരുമാനമാണ്, കയ്യിലിരിക്കട്ടെ. ഇത്തരം കാര്യങ്ങളൊക്കെ ഞാനിങ്ങനെ പറയുമ്പോഴും ഇതെല്ലാം ബോച്ച തീരുമാനിച്ചെടുത്തതാണെന്ന് പറയുമ്പോൾ ബോച്ചയ്ക്ക് വിശ്വാസം തോന്നുന്നുണ്ടോ ഇതെല്ലാം ബോച്ചയുടെ തീരുമാനമാണെന്ന്? ഞാൻ ഇൻഫ്ലുവൻസ് ചെയ്തതെന്ന് പറഞ്ഞാൽ വിശ്വസിക്കാനായിട്ട് എന്തെങ്കിലും തരത്തിലുള്ള ഒരു ഹോപ്പ് ഉണ്ടോ? എൻ്റെ ചിന്ത ഇങ്ങനത്തെ കാര്യങ്ങളിൽ എന്റെ ബ്രെയിനിൽ നിന്ന് കിട്ടുന്ന കമന്റ് അനുസരിച്ചാണ് ഞാൻ ചെയ്യുന്നത്. നല്ലതായാലും പൊട്ടത്തരായാലും അവിടുന്ന് വരുന്ന. അല്ല, അതിലേക്ക് ഒരാൾ ഇൻഫ്ലുവൻസ് ചെയ്യാനായിട്ട് ശ്രമിച്ചു, അങ്ങനെ ഒരു സ്പേസ് കൊടുത്തു എന്നുള്ളൊരു തോട്ട് ഉണ്ടോ എന്നാണ് എൻ്റെ ചോദ്യം. തീർച്ചയായിട്ടും ഇൻഫ്ലുവൻസ് ചെയ്യുമല്ലോ. കാരണം ഞാൻ തന്നിരിക്കുന്ന ആ പേപ്പർ ഒന്ന് എടുക്കാവോ? വാലറ്റ് ടേബിളിലാണ്, കോയിൻ എൻ്റെ പോക്കറ്റിലാണ്. നിപിന്റെ കയ്യിൽ കാർഡാണ്, എൻ്റെ കാർഡാണ്, അദ്ദേഹത്തിന്റെ കയ്യിലാണ്. ഇതില് എന്താന്ന് ചോദിച്ചാല് പ്രഡിക്ഷൻ ആണ് വായിക്കുന്നത്, ബോച്ചയ്ക്ക് വേണ്ടി എഴുതിയതാണ്. മൈ പോക്കറ്റ് വിൽ ഹാവ് ദ കാർഡ്. കറക്റ്റ് അല്ലേ? ദ കോയിൻ ഈസ് യുവേഴ്സ്. ആൻഡ് ബാക്കിൽ വായിച്ച് the wallet is on the table. Oh my god. And finally taxi blues. You will choose taxi blues. Curiosity എന്താന്ന് ചോദിച്ചാൽ ഇത് നോക്കി കഴിഞ്ഞാൽ curiosity is a sign of intelligence. Curiosity is a sign of intelligence. Thank you. Fantastic. Thank you. അപ്പോൾ ഇങ്ങനെയുള്ള ചില മിസ്റ്ററികളൊക്കെയാണ് എൻ്റെ കയ്യിലുള്ളത്. ഈ ഒരു രൂപ ചൂസ് ചെയ്യാൻ കാരണം എന്താണ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. എനിക്കല്ലെങ്കിൽ മറ്റുള്ളവർക്ക് കേൾക്കാൻ ഒരു ക്യൂരിയോസിറ്റി ഉണ്ടല്ലോ. ഒരു രൂപ നമ്മളെപ്പോഴും എന്ന് പറഞ്ഞാൽ ചെറുതിന്ന് തുടങ്ങാന്നുള്ള ഒരു ഇത് എപ്പോഴും നമ്മള് ചെറുതായിട്ടാണ് വലുതാവുന്നത്, ചെറിയ രീതിയിലാണ് വലുതാവുന്നത്, ചെറിയ ചെറിയ വർക്കുകൾ ചെയ്തിട്ടാണ് വലുതാവുന്നത്. അപ്പോ വലുതായിട്ട് താഴോട്ട് വരുന്നതിലും നല്ല ചെറുതായിട്ട് മുകളിലേക്ക് പോകാന്നുള്ള ഒരു എളിമ, ഒരു ഇത് നമ്മൾ അങ്ങനെയാണല്ലോ. സൈക്കിൾ ഔട്ട് പഠിച്ചിട്ടാണല്ലോ ബൈക്കിലേക്ക് കയറുന്നത്. ഗ്രാഫ് മേളിലേക്ക് പോകുന്ന കാണാനാണ് ചന്തം, താഴത്തേക്കുള്ള ഫോൾ കാണാൻ അത്ര ഭംഗിയില്ല അല്ലേ? എപ്പോഴും സ്റ്റഡി ആയിട്ട് പോവാന്നുള്ളത്, സ്ലോ ആൻഡ് സ്റ്റഡി. പിന്നെ നമ്മള് ഒരു അത്യാഗ്രഹം എന്ന് പറയില്ലേ, ഇപ്പൊ നമ്മളോട് ഒരാള് ചോദിക്കുക, അപ്പൊ ഇങ്ങനത്തെ ചില ചോദ്യങ്ങള് നിങ്ങക്ക് എത്ര രൂപ വേണം, ഇപ്പൊ ഒരാള് ചോദിക്കാം, നിങ്ങക്ക് ഫ്രീ ആയിട്ട് ഇപ്പൊ ഒരു എമൗണ്ട് ചോദിക്കാം, അത് 1000, 10,000, 10 കോടി, 100 കോടി, 1000 കോടി, 10,000 കോടി, അല്ലെങ്കിൽ ഇന്ത്യയിലുള്ള ലോകത്തുള്ള എല്ലാ ക്യാഷും എന്ന് ചിലപ്പോൾ ചിലവർ പറഞ്ഞിരിക്കും. അങ്ങനെ പറയുന്നവരുണ്ടാവും. അല്ല, എനിക്ക് ലോകത്തുള്ള മുഴുവൻ കാശ് എനിക്ക് വേണ്ട, കാരണം മറ്റുള്ളവർക്കും ജീവിക്കണ്ട, എനിക്ക് അത്യാവശ്യമുള്ള കാശ് എനിക്ക്, ഇങ്ങനെയൊക്കെയുള്ളൊരു ചിന്താഗതികൾ ഞാൻ ചിലപ്പോൾ സ്വന്തമായിട്ടിരുന്ന് ചിന്തിക്കും. അത് ഇറ്റ്സ് നോട്ട് എ ഫെയർ. എന്നിട്ട് എന്ത് ചെയ്യാനാ? അപ്പോൾ എപ്പോഴും ഒരു മിതമായ ഫുഡായാലും എല്ലാം ഒരു മിതമായ രീതിയിൽ പോണെന്നാണ് ഉള്ളൊരു ചിന്താഗതിയാണ്. വെരി ഗുഡ്. മറ്റുള്ളവർക്ക് ഇല്ലാതെ നമ്മളെല്ലാം പിടിച്ചടക്കി മറ്റുള്ളവർക്കൊന്നുമില്ല, അങ്ങനെ ആവുന്ന ഒരു മെന്റാലിറ്റി ചിലവരിൽ കാണാറുണ്ട് ഞാൻ. അപ്പൊ എനിക്ക് തോന്നുന്നു എന്ത് വൃത്തികെട്ട മെന്റാലിറ്റി, എല്ലാം എനിക്ക് വേണം, നമുക്ക് വേണം, വേറെ ആർക്കും കിട്ടാൻ പാടില്ല എന്ന് ചിന്തിക്കാൻ പാടില്ലല്ലോ, അങ്ങനത്തെ ഒരു മെന്റാലിറ്റി. വെരി ഗുഡ്. ഞാൻ ഒന്നിനോട് ചോദ്യങ്ങളൊക്കെ ചോദിക്കണമെന്ന് പറഞ്ഞ് പ്രിപ്പയർ ചെയ്താണ് വന്നിരിക്കുന്നത്. കൊനസ്റ്റ് ചോദ്യങ്ങളൊന്നുമില്ല, സിമ്പിൾ ചോദ്യങ്ങൾ. എന്തായാലും നമുക്ക് വിഷയമല്ല. അല്ല, ഈ ചോദ്യങ്ങൾക്കുള്ള മറുപടികളാണ് ശരിക്കും ബോച്ചയെ ആൾക്കാർ ഭയങ്കരമായി ഇഷ്ടപ്പെടുന്ന വേറൊരു എലമെന്റ് എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഈ ബോച്ച എന്നുള്ള പേര് പോലും സ്വന്തമായ ഒരു ശൈലിയിലൊരു പേര്, സ്വന്തമായി ലോകത്താരും ഇമിറ്റേറ്റ് ചെയ്തിട്ടില്ലാത്തൊരു വസ്ത്ര രീതി, സ്വന്തമായ ഒരു ബിസിനസ് സ്ട്രാറ്റജി, ആരും കൈവച്ചിട്ടില്ലാത്ത ഡിപ്ലിക്കേറ്റ് ചെയ്യാൻ പറ്റാത്ത ബിസിനസ്സുകൾ, അതിൻ്റെ സ്ട്രാറ്റജികൾ, ഇതെല്ലാം ഇങ്ങനെ ചെയ്തു പോകുമ്പോഴും ബോച്ചയെ ഒരുപറ്റം ആളുകൾ സ്നേഹിക്കുന്നു, സപ്പോർട്ട് ചെയ്യുന്നു. പക്ഷെ കുറേ ഹേറ്റേഴ്സ് ഉണ്ട്. അവർ ഈ ചിലപ്പോൾ ഇൻസൾട്ടാണ് ഇൻവെസ്റ്റ്മെൻ്റ് എന്നൊക്കെ നമ്മൾ പലപ്പോഴും പറയാറുണ്ട്. വലിയ ട്രോമകളിലൂടെയൊക്കെ കടന്നുപോയ ആളുകളാണ് ജീവിതത്തിൽ എവിടെയെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ ആയി തീർന്നിട്ടുള്ളതും തകർന്നു പോയിട്ടുള്ളതും. ഞാൻ ഈ ഒരു ചോദ്യം ചോദിച്ചത് എന്തിനാണെന്ന് ചോദിച്ചാൽ, ഇന്നത്തെ യങ്സ്റ്റേഴ്സ്
ചെറിയ കുട്ടികൾ അപ്പം അവർ വളർന്നു വരുന്ന സമയത്ത് ചെറിയ ഇൻസൾട്ടുകളോ അല്ലെങ്കിൽ ഒരു കളിയാക്കലോ ഒക്കെ കേൾക്കുമ്പം അവരങ്ങ് ഭയങ്കരമായിട്ട് ഡൗൺ ആയി പോകും. എന്നിട്ട് ചിലപ്പോൾ ഈ ജീവിതം തന്നെ വേണ്ടാന്ന് വെച്ചിട്ട് ഈ ഭൂമിയോട് വിട പറഞ്ഞ് യാത്ര ചെയ്യുന്ന ഒരുപാട് ആൾക്കാരെ നമ്മൾ കാണാറുണ്ട്. ബോച്ചയ്ക്ക് ഇഷ്ടം പോലെ നെഗറ്റീവ് കമൻറ്റുകൾ വരാറുണ്ട്. ചിലപ്പോൾ അത് വായിക്കാറുണ്ടായിരിക്കാം, ചിലപ്പോൾ വായിക്കുന്നില്ലായിരിക്കാം. അതിനെ എങ്ങനെയാണ് കാണുന്നത്? ഈ നെഗറ്റീവ് ഇല്ലാതെ പോസിറ്റീവ് ഉണ്ടാവില്ല. കാരണം ഇത് രണ്ടും കൂടിയല്ലേ പ്രവർത്തിക്കാൻ പറ്റുള്ളൂ. എന്താ പറയാ, ആണും പെണ്ണും കൂടി ഉണ്ടായാലേ ഒരു കുട്ടീനെ ഉണ്ടാക്കാൻ പറ്റുള്ളൂ. ഒറ്റയ്ക്ക് വിചാരിച്ചാൽ പറ്റില്ല. എന്ന് പറഞ്ഞ പോലെ ഒന്നിൽ നിന്നേ ഒന്നുണ്ടാവുള്ളൂ. അപ്പോൾ എല്ലാം പോസിറ്റീവായിട്ട് എല്ലാം കിട്ടിയിട്ട് തുടങ്ങാൻ പറ്റില്ല ഒരിക്കലും. അതുകൊണ്ട് ജീവിതത്തിൽ നേരത്തെ ഇവിടെ പറയായിരുന്നു, അപ്പ് ആൻഡ് ഡൗൺസ് ഉണ്ട്. നേച്ചർ അങ്ങനെയാണ്, നമ്മൾ അങ്ങനെയാണ്. വി ആർ പാർട്ട് ഓഫ് നേച്ചർ. നമ്മൾ സൃഷ്ടിച്ചിട്ടുള്ള അതിനാണ്, അങ്ങനെ തന്നെയാണ്. എന്നതുകൊണ്ട് തന്നെ യു ഷുഡ് ഹാവ് ദ നോളേജ്, റൈറ്റ് നോളേജ്. വാട്ട് ഈസ് ദ റൈറ്റ് നോളേജ്? ശരിയായ അറിവ്, ശരിയായ അറിവിലൂടെ ശരിയായ എക്സ്പെക്റ്റേഷൻ, റൈറ്റ് എക്സ്പെക്റ്റേഷൻ. ഓവർ എക്സ്പെക്റ്റേഷൻ അല്ല വേണ്ട, റൈറ്റ് എക്സ്പെക്റ്റേഷൻ. ആ അറിവിലൂടെ അങ്ങനെ എക്സ്പെക്റ്റേഷൻ വരുമ്പോൾ നമുക്ക് ആ അറിവിലൂടെ മനസ്സിലാവും, ധൈര്യം കിട്ടും, ആത്മവിശ്വാസം കിട്ടും. ഇതല്ല ഇതിൻ്റെ എൻഡ്. നമ്മൾ മറ്റുള്ളവരിലേക്കൊക്കെ നോക്കണ്ടേ. എന്തെങ്കിലും ഒരു വിഷമം വരുമ്പോഴേക്കും, മാർക്ക് കുറഞ്ഞാൽ, തോറ്റാൽ ഉടൻ കയറി ആത്മഹത്യ ചെയ്താൽ അതൊരു സൊല്യൂഷൻ അല്ല, അതൊരു പരിഹാരമല്ല. അല്ല, ഇപ്പോൾ ജ്വല്ലറിക്കാർക്ക് പറയാവുന്ന, ഇപ്പം ഞാൻ പെട്ടെന്ന് ഓർക്കുകയാണ്, പാലക്കാട് വെച്ചിട്ടാണ് സൈനൈഡ് എടുത്തിട്ട് ഒരാൾ കഴിച്ചു നോക്കി ഒരു വർക്ക്ഷോപ്പിൽ, ആള് മരിച്ചുപോയി. അപ്പോൾ പലരും മുമ്പ് നോക്കിയിട്ട് സൈനൈഡിന്റെ ടേസ്റ്റ് എന്താണ് എന്നറിയാൻ വേണ്ടി. അപ്പോൾ ഒരാൾ കഴിച്ച വഴിക്ക് എസ് എന്ന് എഴുതി, ആ നേരെ കിട്ടിയുള്ളൂ. അപ്പോഴും സ്വീറ്റ് ആണോ സോറാണോ പുളിയാണോ മധുരാണോ എന്ന് അറിയില്ല. രണ്ടാമത്തെ ഒരു പൊട്ടൻ എന്ത് ചെയ്തു, ഡബ്ല്യു എന്ന് എഴുതി, അതിനെ നേരം കളയും. അങ്ങനെ എഴുതി നോക്കിയിട്ട് അതിൽ കൂടുതൽ എഴുതാൻ പറ്റുന്നില്ല. അത് അപ്പോഴേക്കും സാധനം തീരും പരിപാടി. അപ്പോൾ നമുക്ക് രണ്ട് ഓപ്ഷൻ ഉണ്ട്. ഒന്ന്, സൈനൈഡ് കഴിച്ചിട്ട് മധുരാണോ പുളിയാണോ സ്വീറ്റോ സോർന്ന് നമ്മൾ പരീക്ഷിച്ച് നോക്കേണ്ട ആവശ്യമില്ല. കഴിച്ചവർ മരിച്ചു പോയി. അപ്പോൾ അത് മുഴുവൻ നമുക്ക് പറ്റില്ല, മുഴുവൻ നമ്മളെ കൊണ്ട് സാധിക്കില്ല, അത്രയും പവർഫുള്ളാണ്. എന്നതുകൊണ്ട് നമ്മളത് കഴിക്കേണ്ട, ചത്തവരെ നോക്കിയാൽ പോരെ എന്ന് പറഞ്ഞ പോലെ നമുക്ക് പലതും പഠിക്കാനുണ്ടാവും. നോക്കി പഠിക്കാൻ, കേട്ടു പഠിക്കാൻ, പലരുടെ അനുഭവങ്ങൾ അതിലൂടെ. പിന്നെ നമുക്ക് നമ്മുടേതായ ടാലന്റ് കുറെ പെർസെൻറ്റേജ് ഉണ്ടാവും. അതും പ്ലസ് ലോകത്തെയും കൂടെ കൂട്ടിച്ചേർത്തിട്ട് നമ്മൾ സിങ്കർണൈസ് ചെയ്ത് മുമ്പോട്ട് പോകാനാണ് നമുക്ക് പറ്റുക. ഈ ഞാൻ അങ്ങനെ വരുന്ന സമയത്തും ഇതിനകത്തൊരു നെഗറ്റീവ് സംഭവമാണ് ഞാൻ വീണ്ടും പറയാൻ പോകുന്നത്. നെഗറ്റീവായിട്ട് അതിനെ കാണില്ല എന്ന് കരുതുന്നു. അതായത് നമ്മുടെ ഇപ്പോഴത്തെ ചെറുപ്പക്കാർ, സിനിമയിലുള്ള ആളുകൾ അല്ലെങ്കിൽ ക്രിയേറ്റിവിറ്റി ആയിട്ടുള്ള ആളുകൾ, നല്ല ചിന്തകൾ ഉണ്ടാവുന്നതിന് വേണ്ടിയിട്ട് ഈ സിന്തറ്റിക് ആയിട്ടുള്ള സാധനങ്ങളൊക്കെ നന്നായിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നല്ല ക്രിയേറ്റിവിറ്റികളൊക്കെ കിട്ടുമെന്ന് പറയുന്നു, അല്ലേ? ബോച്ചയ്ക്ക് ഇത്തരം വ്യത്യസ്തമായ ആശയങ്ങളും ഐഡിയകളും ഒക്കെ കിട്ടുന്നു. ഇതൊന്നും കഴിച്ചിട്ടല്ലെന്ന് എല്ലാ പൊതുജനത്തിനും അറിയാം, എനിക്കും അറിയാം. അപ്പോൾ ഈ നല്ല ഐഡിയ കിട്ടാനായിട്ട് ശരിക്കും എന്താണ് കഴിക്കേണ്ടത്? അതിന് രണ്ട് ഇതാണ്. നല്ല ഐഡിയ കിട്ടാൻ ഒന്ന്, നല്ല തന്തയ്ക്ക് ജനിക്കുക. പിന്നെ ബാക്കിയൊക്കെ നല്ല ആൾക്കാർ ചെയ്യണത് കണ്ട് മനസ്സിലാക്കി ഒക്കെ കോപ്പി അടിച്ചെടുക്കുക. കുറച്ച് ഈ പറഞ്ഞ ഇൻബോൺ കിട്ടും. അതിന്റെ അർത്ഥം നല്ലത് എന്തൊക്കെയാ, ഇറ്റ്സ് ഇൻബോൺ എന്നുള്ള തമാശയായിട്ട് പ്രതീക്ഷിക്കുന്നുണ്ടാവില്ല എന്തെങ്കിലുമൊക്കെ. പിന്നെ നേരത്തെ ഒന്നും തന്നില്ല എന്നുള്ള ഇനി പരാതി ഉണ്ടാവരുത് ഞാൻ വന്നിട്ട്. അപ്പൊ അറിവ് നേരത്തെ പറഞ്ഞ പോലെ അപ്പൊ നമുക്ക് കുറച്ച് ഇൻബോൺ കിട്ടും. കുറെ നല്ലവരൊക്കെ ചെയ്ത് കണ്ടിരിക്കുന്ന കാര്യങ്ങളൊക്കെ നോക്കി മനസ്സിലാക്കിയിട്ട് മുമ്പോട്ട് പോവാ. ആ എനർജിയാണ്. ബാക്കിയൊക്കെ നേരത്തെ പറഞ്ഞ ഈ ഡ്രഗ്സിനെ കുറിച്ചാണല്ലോ പറഞ്ഞത്. പല പല ഡ്രഗ്സുകൾ ഉപയോഗിച്ചിട്ട് ഐഡിയാസ്, അതൊന്നും ഇറ്റ്സ് നോട്ട് ദ റൈറ്റ് തിങ്. അതൊക്കെ ഓരോരുത്തരുടെ സ്വാതന്ത്ര്യമാണ്. അതൊന്നും ഇറ്റ്സ് നോട്ട് ദ റൈറ്റ് വേ. പിന്നെ ഈ മാരകമായ എന്താ അതിന്റെ പേര്, DMT എന്താണ്, കുറെ സാധനങ്ങളുടെ പേരൊക്കെ ഇല്ലേ, സിന്തറ്റിക് എന്ന് പറയുന്നത്. ഇറ്റ്സ് ഓൾ നോട്ട് ഓൾ നാച്ചുറൽ തിങ്സ്. ഓക്കെ, ഇപ്പോ നമ്മള് ചുമയുടെ കഫ് സിറപ്പില് അല്ലെങ്കിൽ ചില ഹോമിയോ മരുന്നുകളിലൊക്കെ സ്പിരിറ്റ് ഉണ്ട്. അപ്പൊ സ്പിരിറ്റ് നമ്മളെല്ലാവരും കഴിക്കുന്നുണ്ട്. മദ്യം കഴിക്കാത്തവരും ഓട്ടോമാറ്റിക്കായിട്ട്. ഭക്ഷണം കഴിച്ച് വെള്ളം കുടിച്ച് കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി കുറച്ച് അവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. നമ്മുടെ ഉള്ളിലൊക്കെ കുറച്ച് ഉണ്ട്. അത് ആവശ്യമാണ്. മിനിമം അഡിക്റ്റായി ഓവർ ആവാതിരിക്കുക എന്നുള്ള ഒരു ഇതാണ്. അപ്പൊ ഓരോരുത്തരുടെ സ്വാതന്ത്ര്യമാണ്.
മദ്യം കഴിക്കുന്നവരുണ്ട്, വളരെ ലഘു. ചെറിയൊരു വീട്ടിലുണ്ടാക്കുന്ന വൈൻ വളരെ ലൈറ്റ് ആയിട്ട്, ഇല്ല ആൽക്കഹോളൊന്നും ഇല്ല, വളരെ ലൈറ്റാണ്. അപ്പൊ അതൊക്കെ ഒരു സയൻസ് പരമായിട്ട് എടുത്തിട്ട് ആവശ്യമുള്ളവർക്ക് ആവാം, അല്ലാതിരിക്കും. ഇത് ഓട്ടോമാറ്റിക് നമ്മുടെ ബോഡിയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് ഓട്ടോമാറ്റിക്കലി ആയിട്ട്. ഞാൻ സീക്രട്ട് പറഞ്ഞില്ല, ഏതിന്റെ ഈ ട്രിക്കുകൾ, ഈ ഐഡിയകളൊക്കെ ഐഡിയാസ് പറഞ്ഞോളെ, നല്ലത് എന്തൊക്കെയാ എനിക്ക് ഞാൻ ഇതിനകത്ത് ഞാൻ പറയട്ടെ, ബോച്ചയുടെ ഈ വീഡിയോകളും കാര്യങ്ങളൊക്കെ വലിയ വൈറലാകുന്നു, വളരെ ജനസമ്മതിയാകുന്നു. വീട്ടില് ഭാര്യയുണ്ട്, അമ്മയുണ്ട്, മകളുണ്ട്. ഇവരൊക്കെ ഇത് ഈ സോഷ്യൽ മീഡിയയൊക്കെ കാണുകയും അവർക്ക് എപ്പോഴെങ്കിലും എന്തെങ്കിലുമൊക്കെ കാര്യം കണ്ടിട്ട് സന്തോഷം, അതോടൊപ്പം തന്നെ സങ്കടം ഉണ്ടാകുന്ന കാര്യം, നിങ്ങൾ ഈ പരിപാടികളൊക്കെ നിർത്തണം, ഇത് കോപ്രായങ്ങളാണ് എന്നുള്ള രീതിയിലെങ്കിലും എപ്പോഴെങ്കിലും കമ്പാനിയൻ പറഞ്ഞിട്ടുണ്ട്? പിന്നെ അവര് ഈ കോപ്രായം, ഈ കോപ്പിലെ പരിപാടി നിർത്തണം എന്നൊക്കെ പറയാറുണ്ട്. അപ്പൊ സന്തോഷവും സങ്കടവും ഒക്കെ ഉണ്ടാവും അവർക്ക് ഇതൊക്കെ. പിന്നെ നമ്മൾ എന്താന്ന് വെച്ചാല്, ഞാൻ ജീവിക്കുന്നത് എനിക്ക് വേണ്ടിയും മറ്റുള്ളവർക്കും വേണ്ടി കൂടിയാണ്. അതുകൊണ്ട് മറ്റുള്ളവർക്ക് വേണ്ടി മാത്രമാണെങ്കിൽ അവർ മാത്രം പറയുന്നത് കേട്ട് നമുക്ക് ജീവിക്കാം. എനിക്ക് വേണ്ടി മാത്രം ജീവിക്കുകയാണെങ്കിൽ ഞാൻ ചിന്തിക്കുന്നത് മാത്രം നോക്കി ജീവിക്കാം. ഇത് നമ്മളൊക്കെ സോഷ്യലായിട്ട് ജീവിക്കല്ലേ, നമുക്ക് നമ്മുടേതായ വ്യക്തിത്വം, ചിന്തകൾ, സ്വാതന്ത്ര്യങ്ങളൊക്കെ ഉണ്ടാവുകയും അതും പ്ലസ് കുറച്ച് മറ്റുള്ളവർക്ക് വേണ്ടി. അപ്പോൾ എല്ലാം അതുകൊണ്ട് നമുക്കിപ്പോ വീട്ടുകാർ പറഞ്ഞ കുറെയൊക്കെ നമ്മൾ എടുക്കും ആവശ്യത്തിന്. കംപ്ലീറ്റ് അവരെ പറഞ്ഞ എടുത്തില്ല. ഇപ്പം ചില ഹെഡുകൾ നമ്മുടെ കമ്പനിയിൽ ഞങ്ങളിങ്ങനെ ചില തർക്കങ്ങളൊക്കെ ഉണ്ടാവും. അപ്പൊ ചിലപ്പോൾ ഒരു മാനേജറുടെ അഭിപ്രായമായിരിക്കാം. അത് ഞാൻ പേര് പറയാതെ പറയാം. ഞാൻ കോളേജിൽ പഠിക്കുമ്പോൾ എന്നെ പഠിപ്പിക്കുന്ന ഒരു സാറായിട്ടൊരു ഡിബേറ്റ്സ് ചെറിയ കാര്യത്തിൽ തിയറിയും പ്രാക്ടിക്കലായിട്ടിനെ കുറിച്ചിട്ടുള്ള സംഭവം പറഞ്ഞു വന്നു കഴിഞ്ഞപ്പോൾ ആള് ചൂടായിട്ട് പറഞ്ഞു, വീണ്ടും വീണ്ടും ചോദിച്ചപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു, ഞാൻ ഈ പറയുന്നത് അങ്ങോട്ട് കേട്ട് പഠിച്ചാൽ മതി എന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു, സാറ് പറയണത് മുഴുവൻ മാത്രം കേട്ടാൽ ഞാൻ സാറിനെ പോലെ ആവുള്ളൂ, ഒരു മാഷാവും മാക്സിമം. ഞാൻ ഒരു ബിസിനസ്സുകാരനാവില്ലല്ലോ. അപ്പോ സാറിൻ്റെ എന്ന് പറയണ ആവശ്യമുള്ളതൊക്കെ എടുക്കുകയും കംപ്ലീറ്റ് 100% ഒരാളെ കോപ്പി ചെയ്ത് അയാളെ പോലെയല്ലേ നമുക്ക് ആവാൻ പറ്റുള്ളൂ. കുറച്ച് നേരത്തെ പറഞ്ഞില്ലേ, ഇൻബോൺ നമ്മുടെ ഉണ്ടാവും, കുറച്ച് അവിടെ നിന്നുള്ള അറിവും ഇതൊക്കെ കൂടെ കൂട്ടിച്ചേർത്തിട്ട് പോകേണ്ട ഒരു കാര്യമാണ്. അങ്ങനെ ലൈഫിൽ എപ്പോഴെങ്കിലും ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ നിപിൻ, അങ്ങനെ ലൈഫിൽ എപ്പോഴെങ്കിലും ഇങ്ങനെ പല പല കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്, ട്രയൽ പോലെ പലതും ചെയ്തിട്ടുണ്ട്, ചെയ്തു പോയ ഒരു തീരുമാനം ഏറ്റവും വലിയൊരു ബ്ലണ്ടർ, അയ്യോ ഞാനത് ചെയ്യേണ്ടിയിരുന്നില്ല, അത് തെറ്റിപ്പോയി, അങ്ങനെ എന്തെങ്കിലും ബോച്ചയ്ക്ക് തോന്നിയിട്ടുണ്ടോ? പിന്നെ ഓഫ് കോഴ്സ്, ഞാനൊരു മനുഷ്യനല്ലേ, പച്ചയായ മനുഷ്യനല്ലേ. ഓക്കെ, അത് ഏതായിരിക്കും ഫസ്റ്റ് അങ്ങനത്തെ ഒരു ഇൻസിഡന്റ്? അത് ഇഷ്ടം പോലെ ഉള്ളത് കൊണ്ട് അങ്ങനെ ഓർത്തു വെക്കാനില്ല, ഹോൾസെയിൽ ആയിട്ടുണ്ടാവും. എന്നാലും ഏറ്റവും കൂടുതൽ സ്ട്രൈക്കിംഗ് ആയിട്ടുള്ള ഇപ്പൊ നമുക്ക് ഷെയർ ചെയ്യാൻ പറ്റുന്നത്, ബോച്ചയ്ക്ക് തെറ്റിപ്പോയി എന്ന് തോന്നിയ ഒരു കാര്യം എന്തായിരിക്കും? എന്നിട്ട് അതിന് വേണ്ടിയിട്ട് ബോച്ച അത് തെറ്റായി എന്ന് റിയലൈസ് ചെയ്തപ്പോ അതിന് വേണ്ടിയിട്ട് പിന്നീട് എന്തായിരിക്കും ചെയ്തിട്ടുണ്ടാവുക? അങ്ങനെ ഒരു ഇൻസിഡന്റ് പറയാൻ പറ്റുമോ? ഓർമ്മയില് വരുന്നത് എന്നാ ഇപ്പൊ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ഏറ്റവും ലാസ്റ്റ് ആയിട്ട് വന്നത് എന്തായിരിക്കാം? അപ്പൊ അതിൽ നിന്ന് നമുക്ക് ഓർമ്മയിൽ ഇഷ്ടംപോലെ ഉണ്ട്. എന്നാലും പെട്ടെന്ന് ചോദിച്ചപ്പോ എന്തായി ഓർക്കാനുള്ള സമയം കൊടുക്കുന്നതിനിടെ ഞാൻ വേറൊരു ചോദ്യം ചോദിക്കാം. അപ്പൊ തന്നെ വരും ചില സാധനങ്ങള് ചിന്തിക്കാൻ വേണ്ടി ചിന്തിച്ചാ വരില്ല. വേറെ എന്തെങ്കിലും നല്ലൊരു ചോദ്യം. ചോദിച്ചോളൂ. വിക്കിപീഡിയയിൽ നോക്കിയപ്പോ ഗൂഗിളില് ബോച്ചയുടെ പ്രായം 60 വയസ്സെന്നാ കാണുന്നത്. സ്ത്രീകളോട് പ്രായം ചോദിക്കാൻ പാടില്ലെന്നാ പറയുന്നത്. ബോച്ചയോട് ചോദിക്കാവോ എന്ന് എനിക്കറിയില്ല. 60 വയസ്സ് കഴിഞ്ഞോ അതോ 60 ആണോ? ഞാൻ ശരിക്കും 54 വയസ്സാണ്. ആണോ? അപ്പൊ അതിലേക്ക് 60. അതിലെന്താ വെച്ചാൽ എനിക്ക് സ്കൂളിലെ ഡേറ്റ് ഓഫ് ബർത്ത് വേറെ, പാസ്പോർട്ടില് വേറെ, ഡ്രൈവിംഗ് പലതിലും വ്യത്യസ്തമാണ്. എന്താന്ന് വെച്ചാല് എനിക്ക് പാസ്പോർട്ട് എടുക്കുന്നത് 9ാം ക്ലാസ്സിലോ മറ്റോ ആണ്. അപ്പോൾ പ്രായം ആ കാലത്തൊക്കെ പ്രായം കൂട്ടി കാണിച്ചിട്ട് പെട്ടെന്ന് എടുക്കുന്ന ഒരു സംവിധാനമാണ്. എന്ന് മാത്രമല്ല, ചെമ്മണ്ണൂരിന്റെ സ്പെല്ലിങ് CHEMMANUR ആണ്. അന്നൊക്കെ കമ്പ്യൂട്ടർ ഒന്നും ഇല്ലല്ലോ. ഏജന്റ് ആണ് പോയിട്ട് ഇത് എഴുതി കൊടുക്കുക പാസ്പോർട്ടിനൊക്കെ. ആ കാലത്ത് ഒരു വലിയ ആപ്ലിക്കേഷൻ ഒക്കെ ആയിട്ട് അയാള് CHEMMANNOOR ഇല്ലാത്ത സ്പെല്ലിങ് അയാൾ അന്ന് എഴുതി കൊടുത്തു. അപ്പൊ ഇപ്പോഴും ചില സ്ഥലത്ത് എമിഗ്രേഷനിലോ അല്ലെ ചില സമയത്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട്. പാസ്പോർട്ടിലെ ചെമ്മണ്ണൂർ സ്പെല്ലിങ് വേറെ,
ചെമ്മണ്ണൂർ സ്പെല്ലിംഗ് വേറെ, ഡേറ്റ് ഓഫ് ബർത്ത് വേറെ, അങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അതൊന്നും കറക്റ്റ് ചെയ്തിട്ടില്ല നമ്മള്. 3 ഡേറ്റ് ഓഫ് ബർത്ത് ഉണ്ട് എനിക്ക്. അപ്പൊ അതിൽ ഏതെങ്കിലും ഒന്നിൽ ഫിക്സ് ചെയ്തിട്ട് അങ്ങനെ എല്ലാ പേപ്പർ വർക്ക്സും അങ്ങനെ ഒരുപാട് ആക്കിക്കൂടെ? പണികളുണ്ടാവും, പല രാജ്യത്ത് പല ബിസിനസ്സുകള് ഗസറ്റഡ് പബ്ലിഷ് ചെയ്തിട്ട് ചെയ്യാം. പിന്നെ അങ്ങനെയൊന്നും ചെയ്തില്ല. അപ്പൊ റിയൽ ആയിട്ട് 54 ഇനി മാനസികമായിട്ടും ആരോഗ്യപരമായിട്ടും ഒക്കെ എടുത്ത് ഇപ്പോൾ 24 ശ്ശെ, അതാണ് 18 എന്ന് പറയുന്നത് അല്ല, ഒരു അഹങ്കാരമായി പോലോ. 24 ഒരു പക്വതയും കൂടെ വന്ന് രണ്ടിന്റെ ഇടയിൽ നിൽക്കുന്ന ഒരു സമയമാണല്ലോ. കാരണം ഞാൻ ചെയ്യണതൊന്നും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റില്ല. സത്യമാണ്. ഞാൻ ഇപ്പൊ 25 കിലോമീറ്റർ ഓടും, നിങ്ങൾക്ക് ഓടാൻ പറ്റില്ല. ഡെയിലി ഓടുന്നുണ്ടല്ലേ? ഡെയിലി ഒരു 5 കിലോമീറ്റർ ഓടും. നിങ്ങൾ പുഷപ്പ് എടുക്കാറുണ്ടോ? ഞാൻ എടുക്കണ അത്ര പുഷപ്പ് നിങ്ങൾക്ക് എടുക്കാൻ പറ്റില്ല. ഞാൻ ഹൈറ്റിൽ ചാടണ പോലെ ചാടാൻ പറ്റും. ഫൈറ്റ് ആയാലും ചാട്ടം, ഓട്ടം, എനിത്തിങ്. ഞാൻ 24 ചെയ്യണ കാര്യങ്ങളൊക്കെ അതേപോലെ അതേ പെർഫോമൻസിൽ ഇപ്പോഴും ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് അതിൽ മാറ്റമൊന്നും വരാത്തത്. അതങ്ങനെ പോയിക്കൊണ്ടിരിക്കും. അപ്പൊ ഒരു ട്രെയിനർ ഉണ്ടോ? ആണോ? ബോച്ചയ്ക്ക് പണമുണ്ട്, മനസ്സിൽ ആഗ്രഹിക്കുന്ന 80-85% കാര്യങ്ങളും നേടാനുള്ള എല്ലാവിധ കപ്പാസിറ്റിയും ഉണ്ട്, പ്രശസ്തിയുണ്ട്, ഓരോരോ കാര്യങ്ങൾ ഇങ്ങനെ ചെയ്യുന്നുണ്ട്. അപ്പം ഇങ്ങനെ ഇല്ലാത്ത പല ആൾക്കാരോടും നിന്റെ ജീവിതത്തിൽ ഒരു ലക്ഷ്യം വേണം, ജീവിതത്തിൽ കുറച്ച് ലക്ഷ്യത്തോടു കൂടിയൊക്കെ പോകണം എന്നൊക്കെ പറയും. ബോച്ചയ്ക്ക് ഇനി എന്താണ് ജീവിതത്തിൽ അടുത്ത ലക്ഷ്യം? എന്താണ് ഇനിയിപ്പോ? പ്രത്യേകിച്ച് ഒന്നും ആഗ്രഹിച്ച് കിട്ടാത്തത് ഒന്നുമില്ല. ഒരാഗ്രഹവും ഇല്ല, ഒന്നുമില്ല, ഒന്നും ആവശ്യപ്പെടാനില്ല. ഇനിയുള്ള കാലം ഇതുപോലെ സുഖമായിട്ട് ജീവിക്കാൻ പറ്റാവുന്ന സോഷ്യൽ വർക്ക്, ഈ ബിസിനസ്, സ്പോർട്സ്, എൻജോയ്മെന്റ്, പറ്റാവുന്ന എല്ലാ കാര്യങ്ങളും ചെയ്ത് ഈ ലോകത്തൊരു മനുഷ്യന് ചെയ്യാൻ പറ്റാവുന്ന കാര്യങ്ങൾ എന്താണ് അതൊക്കെ ചെയ്യുക. അതിൽ കൂടുതലൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. ഈ കഴിഞ്ഞ ദിവസം നമുക്ക് ഒരു സമകാലീന വിഷയത്തെ കുറിച്ചിട്ട് ചോദിക്കാൻ കഴിയും. ഒരു പെൺകുട്ടി ഫ്ലാറ്റിൽ നിന്നുകൊണ്ട് തനിക്കുണ്ടായ കുഞ്ഞ് 3 മണിക്കൂർ പോലും ആകുന്നതിന് മുമ്പ് എടുത്ത് റോഡിലോട്ടങ്ങ് വലിച്ചെറിഞ്ഞ് രഹസ്യമായി നടത്തിയ ഒരു സംഭവമാണ്. ബോച്ചെ ഒരു മകനാണ്, ഒരച്ഛനാണ്, ഒരു ഭർത്താവാണ്. ഇനി അതൊന്നും പോരാഞ്ഞിട്ട് കേരളത്തെ പ്രതിനിധീകരിക്കുന്ന ഒരുപാട് വിശ്വാസ്യതയുള്ള, ഇന്ന് ഏറ്റവും കൂടുതൽ ആളുകൾ ഒരു പ്രതീക്ഷയിൽ വെച്ചിരിക്കുന്ന ഒരു പേര് ബോച്ചയുടെയാണ്. അങ്ങനെ വരുമ്പോഴത്തേനും ഇത്തരം സംഭവങ്ങളൊക്കെ ഉണ്ടാവുമ്പോൾ അങ്ങേക്ക് എന്താണ് അങ്ങനത്തെ ഒരു വാർത്ത കാണുന്ന സമയത്ത് അങ്ങേക്ക് എന്താണ് അതിനെ പ്രതികരിക്കാൻ തോന്നുക? അതിൽ 2 കാര്യമാണ്. ഒന്ന്, വിഷമം തോന്നും. 2 അല്ല 3 കാര്യങ്ങൾ തോന്നുന്നത് പലതിങ്ങനെ വായിക്കുമ്പോൾ. ആ കൊച്ച് അങ്ങനെ ചെയ്തതിലുള്ള വിഷമം, ഞാൻ ചെയ്ത വ്യക്തിയോടൊരു ദേഷ്യം, വെറുപ്പ്, പിന്നെ കുറച്ച് കഴിയുമ്പോൾ സഹതാപമാണ്. കാരണം ഈ അറിവില്ലായ്മ കൊണ്ടാണല്ലോ ഇതൊക്കെ ചെയ്യുന്നത്. സത്യം പറഞ്ഞ് ബോധമില്ലാത്തതുകൊണ്ടാണല്ലോ ഇതൊക്കെ ചെയ്യുന്നത്. ഇപ്പോൾ ഞാൻ പറയട്ടെ, ഒരു കള്ളൻ കക്കുകയാണെന്ന് വിചാരിച്ചു. ഒരാളും കക്കുമ്പോൾ പിടിക്കുമെന്ന് വിചാരിച്ചിട്ട് കക്കുന്നില്ല. ദീർഘവീക്ഷണം ഇല്ലാത്തത് കൊണ്ടാണ് ചെയ്യുന്നത്. കട്ട് പിടിച്ച് ജയിലിലായി അല്ലെങ്കിൽ തല്ലുകൊണ്ട് അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ആകുമ്പോൾ വേണ്ടായിരുന്നു, പിടിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നില്ല. ഓരോ ക്രൈം, ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും ദീർഘവീക്ഷണമില്ല, പിടിക്കില്ല എന്ന് തോന്നുന്നത് കൊണ്ടാണ് ചെയ്യുന്നത്. എന്ന് പറഞ്ഞാൽ അറിവില്ലായ്മയാണ്. അറിവില്ല, എന്ത് ചെയ്താൽ എങ്ങനെയാവും എന്നുള്ള അറിവില്ലായ്മ, ലാക്ക് ഓഫ് നോളജ്, ഇതാണ് അതിൻ്റെ ബേസ്. അപ്പം പിന്നെ തോന്നും സഹതാപമാണ്, ദേഷ്യം ഇതൊക്കെ തോന്നും സഹതാപം, അറിവില്ലാണ്ട് ആള്. ഇപ്പൊ ഈ കുട്ടീനെ വലിച്ചെറിഞ്ഞ് ഇപ്പൊ ഇങ്ങനത്തെ കുട്ടീനെ വലിച്ചെറിഞ്ഞാൽ പല ഇതുപോലത്തെ അമ്മമാരായാലും അപ്പന്മാരൊക്കെ പലതും ചെയ്തിട്ട് കുറച്ച് കഴിയുമ്പോൾ, ബോധം വന്ന് കഴിയുമ്പോൾ, അപ്പോഴത്തെ ഒരു ദേഷ്യം കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത കപ്പാസിറ്റി, ലാക്ക് ഓഫ് നോളജ് കൊണ്ട് ചെയ്തിട്ട് കുറച്ച് കഴിയുമ്പോൾ ഇവരൊക്കെ ഇരുന്ന് കുടിക്കുക, കഞ്ചാവ് അടിക്കുക, ആത്മഹത്യ ചെയ്യാൻ ശ്രമിക്കുക, കരഞ്ഞുകൊണ്ട് നടക്കുക, മെന്റലായി നടക്കുന്ന ഒരുപാട് ആൾക്കാരെ അറിയാം. അന്നത്തെ തോന്നൽ കൊണ്ട് ചെയ്ത കാര്യം പിന്നെ അവരെ തന്നെ ശിക്ഷിച്ച് അവര് സമാധാനമില്ലാതെ പ്രാന്തന്മാരെ പോലെ, പ്രാന്തിയെ പോലെ ജീവിക്കുന്നവരുണ്ട് ഒരുപാട് പേര്. അപ്പോൾ ആ ദീർഘവീക്ഷണം ഇല്ല, അറിവില്ല, പക്വതയില്ല, ചെയ്യാന്ന് എൻ്റെ ഒരു ബേസ്. ഞാൻ ചിന്തിക്കും, ഒരു പിടി എന്നും പത്രം വായിക്കും. ഞാൻ എന്നെ അറിയുന്നവരോടൊക്കെ പറയും, നിങ്ങൾ പത്രം മുടങ്ങാണ്ട് വായിക്കാം. അതിലെല്ലാം കാണിക്കുന്നുണ്ടല്ലോ, കഴിഞ്ഞ കാര്യങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളും വന്നുകൊണ്ടിരിക്കുക. ഇപ്പോൾ ബിൻ ലാദൻ എവിടെ, വീരപ്പൻ എവിടെ, അല്ലെങ്കിൽ ഇതൊക്കെ അറിയപ്പെടുന്ന ആയിരക്കണക്കിന് വലിയ കുറ്റവാളികൾ ഒന്നിലെ ആരെയും കൊല്ലും അല്ലെങ്കിൽ ജയിലിലാവും. അങ്ങനെ അല്ലെങ്കിൽ അതുപോലെ എന്ത് കാര്യം ചെയ്താലും അതിനൊരു ആക്ഷൻ ആൻഡ് റിയാക്ഷൻ ഉണ്ട്, ഒരു പ്രതികരണം ഉണ്ടാവും. അപ്പോൾ നമ്മളിതൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ
ഇനി നമ്മൾ എന്തിനാ ചെയ്തു നോക്കണം, ഇത് ഇങ്ങനെ ചെയ്താൽ ഇങ്ങനെ തന്നെയാണ് അതിൻ്റെ റിസൾട്ട് എന്ന് നമ്മൾ അറിയുന്നുണ്ട്, മനസ്സിലാക്കുന്നുണ്ട്. എന്നൊക്കെ പറഞ്ഞാലും ആ ചെയ്യണ ആളെ സംബന്ധിച്ച് ഹി വിൽ ഡു ദാറ്റ്. എന്നിട്ടാണ് അതിൻ്റെ ഇമ്പാക്റ്റും പ്രശ്നങ്ങളിലേക്കൊക്കെ. മനസ്സൊരു പ്രകേളിതയാണെന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഭൂമി സ്വർഗം എന്ന് പറയില്ലേ, എല്ലാവരും ഇതേപോലെ ചിന്തിക്കുക, എല്ലാവർക്കും ദീർഘവീക്ഷണം ഉണ്ട്, ഇന്നത് ചെയ്യില്ല ഇന്നത് ചെയ്യും എന്ന് വിചാരിച്ചാൽ ഇവിടെ ക്രൈമില്ല, ഒരു പ്രശ്നമില്ല, എല്ലാവരും സമാധാനപരമായിട്ട് ജീവിക്കും. പക്ഷെ അത് ഇമ്പോസിബിൾ. കാരണം ഈ ബ്രെയിനിൽ നിന്ന് കിട്ടുന്ന കമൻ്റ് അനുസരിച്ചാണ് നമ്മൾ പ്രവർത്തിക്കുന്നത്. ഇപ്പോൾ നമ്മളിവിടെ ഇരിക്കുന്നു, ഇനി ഞാൻ അടുത്ത് എന്ത് പറയുന്നു എനിക്കറിയില്ല. സത്യത്തിൽ നീ എന്തൊക്കെ പറയുന്നു എനിക്കറിയില്ല. അത് ബ്രെയിനിൽ നിന്ന് എനിക്കൊരു കമാൻഡ് കിട്ടാണ്, ഇത് പറ, ഇത് പറയണ്ട എന്ന്. അല്ലെ, നിങ്ങൾ എന്ത് ചോദിക്കണം ചോദിക്കണ്ടെന്ന് നിങ്ങൾക്കൊരു കമാൻഡ് കിട്ടും. ഇപ്പൊ നിങ്ങൾ ഇവിടെ വരുമ്പോൾ 100 ചോദ്യങ്ങളായിട്ട് ഒരു ഓർഡറിൽ വന്നിട്ടുണ്ടാവും. പക്ഷെ ഇവിടെ ഇരിക്കുമ്പോൾ അതൊക്കെ ഡിസോർഡർ ആവും, മാറിക്കൊണ്ടിരിക്കും. നിങ്ങളുടെ ബ്രെയിൻ തരുന്നതേ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണല്ലോ നമ്മളെയൊക്കെ തോന്നിവാസികൾ എന്ന് പറയുന്നത്. തോന്നുന്നത് ചെയ്യുന്നവൻ തോന്നിവാസി, തോന്നാത്തത് ചെയ്യാൻ പറ്റില്ലല്ലോ. ഇറ്റ്സ് നോട്ട് അവർ മിസ്റ്റേക്ക്. നേരത്തെ പറഞ്ഞ സഹതാപം എന്ന് പറഞ്ഞു കൊടുത്ത്, ഇറ്റ്സ് നോട്ട് അവർ മിസ്റ്റേക്ക്. വി ബോൺ വിത്ത് ബ്രെയിൻ. ഈ ശരീരത്തിൻ്റെ ഘടനകളും സയൻസും കാര്യങ്ങളും പഠിച്ചു നോക്കുമ്പോൾ നമ്മൾ ജനിച്ചു, നമ്മുടെ ഈ തുടിപ്പുണ്ട്, ഹാർട്ട് ബീറ്റും ഇതും ബ്രെയിനൊക്കെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ബ്രെയിനിൽ തോന്നുന്നതാണ്. ചെറിയ കുട്ടി പോലും, ആ കുട്ടിക്ക് റോഡിലേക്ക് ഇറങ്ങി പോകാൻ തോന്നുകയാണ്, അല്ലെങ്കിൽ ഒരു കുളം ഉണ്ടെങ്കിൽ ഇങ്ങനെ പോയി അതിലേക്ക് വീഴുകയാണ്. അപ്പോൾ ആ കുട്ടിക്ക് വരെ ഇടത്തോട്ട് പോകണോ വലത്തോട്ട് പോകണോ എന്ന് തോന്നുന്നതിനനുസരിച്ചാണ്. അപ്പോൾ ആ കുട്ടി, ഇപ്പം എനിക്കറിയുന്ന ഒരു ഇൻസിഡൻറ്റാണ് തൃശ്ശൂർ. ചെറിയ സ്വിമ്മിംഗ് പൂളിൻ്റെ അവിടേക്ക് പോയി അതിൽ വീണ് കുട്ടി മരിച്ചു. അപ്പോൾ ആ കുട്ടിക്ക് ഇഴഞ്ഞു പോകാൻ തോന്നി, ഇത്രയും സ്ഥലം ഉണ്ടായിട്ട് അവിടേക്കാണ്. അപ്പോൾ ആ കുട്ടിയുടെ ഭാവി വിധി, ജനിച്ചു ഇത്ര മാസം കഴിഞ്ഞ് അല്ലെങ്കിൽ ഇത്ര വയസ്സിൽ മരിക്കണം എന്ന് എഴുതി വെച്ച പോലെയൊക്കെ നമുക്ക് തോന്നും. അതിനെയൊക്കെ ചിന്തിച്ചു കഴിഞ്ഞാൽ അതിനൊരു അന്ത്യം കിട്ടില്ല. അപ്പോൾ ഇപ്പോൾ ഞാനറിയുന്ന കുറച്ച് പേര് കുറച്ച് വർഷം മുമ്പ് കാറിൽ പോണ സമയത്ത് ഒരുത്തൻ കയറിയില്ല വണ്ടിയിൽ. അവൻ എന്തോ തിരക്കായിട്ട് ഞാൻ വന്നോളാം എന്ന് പറഞ്ഞ് ഇവർ പോയി. ആ കാലത്ത് റെയിൽ ക്രോസ് ഒന്നും ഇന്നത്തെ പോലെ അത്ര ഇതില്ല. ട്രെയിൻ വന്നിടിച്ചു, കാറിലുള്ളവരൊക്കെ മരിച്ചുപോയി. കയറാൻ തോന്നിയില്ല, അവൻ രക്ഷപ്പെട്ടു. കയറാൻ തോന്നിയില്ല, അവർക്ക് പോവാൻ തോന്നി. അപ്പൊ ഈ തോന്നലുകൾക്കനുസരിച്ചാണ് നമ്മൾ പ്രവർത്തിക്കുന്നത്. അതിന്റെ ഗുണം ദോഷം അവിടെ വരുന്നു. ഇറ്റ്സ് നോട്ട് അവർ കൺട്രോൾ യെറ്റ് എന്നതാണ്. ഇപ്പൊ നമ്മളിത് കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങുന്നു, ഒരു പ്രാന്തം വന്നിട്ട് കത്തിയെടുത്ത് കുത്തിയ എന്ത് ചെയ്യും? അവന് കുത്താൻ തോന്നിയാ എന്താ ചെയ്യാ? തിരിച്ചു ചെയ്യേണ്ടി വന്നു കഴിഞ്ഞാല് അവനും നമ്മളും ഒരുപോലെ ആയി പോകും. അത് ആ നേരത്തെ ചിലപ്പോ നമ്മൾ രക്ഷപ്പെടാൻ നോക്കും. അപ്പൊ ഇതൊക്കെ ഈ വക ഭ്രാന്തമായ ചിന്തകളിൽ കൂടെ കടന്നു പോകുമ്പോൾ ഒരു എൻഡ്ലെസ് ആയിട്ട് നമ്മൾ എന്തിനു ജനിച്ചു, മരിക്കുന്നു, മരണശേഷം എന്താ? ചിലവർ പറയുന്നത് സ്വർഗമുണ്ട്, മുകളിലാണ്, ആത്മാവുണ്ട്, തീയാണ്, ഇത് പറയുന്നവരൊക്കെ കഥകൾ വായിച്ചു പഠിച്ച കഥകളാണ് പറയണത്. നോബഡി നോസ് വാട്ട് ഇസ് എ റിയാലിറ്റി എന്നാലോചിക്കുമ്പോൾ ചിലപ്പോൾ നമുക്ക് വട്ടായി പോകുമ്പോൾ എന്തിനു ജനിച്ചു, എന്തിനു മരിക്കുന്നു, ഇനി എന്തിനു വേണ്ടി, ഇത് എങ്ങനെ ഉണ്ടായി, തലമുറകൾ ഇങ്ങനെ ഉണ്ടാവണം എന്ന് പറഞ്ഞ പോലെയാണ് ഈ വക കാര്യങ്ങളൊക്കെ. ഇതിനൊന്നും ഞാൻ ഒരു ചോദ്യം കൂടെ ചോദിച്ചിട്ട് എന്റെ ചോദ്യങ്ങൾ അവസാനിപ്പിച്ചു. ഒരു ചോദ്യത്തിന് ഉത്തരം പറയാനുണ്ട്. നല്ലൊരു മോട്ടിവേറ്റർ ആണ് ബോച്ചെ. ഒരുപാട് ആളുകൾക്ക് നേരത്തെ ചോദിച്ചതിന് ഇപ്പൊ വന്നു കേട്ടോ. മിസ്റ്റേക്സ് ചെയ്തതല്ല, നമ്മൾ എന്തിനു ജനിച്ചു എന്ന്. ഞാൻ ജനിച്ചിട്ടില്ലായിരുന്നെങ്കിൽ ഞാൻ ഈ കഷ്ടപ്പെട്ട് ജീവിക്കേണ്ട വല്ല ആവശ്യമുണ്ടോ? ഉത്തരം കിട്ടാതെയാണ് നമ്മൾ ജീവിക്കുന്നത്. എന്തിന് ജനിച്ചു എന്നതിന് ഉത്തരം ഒരാൾക്കും ഇല്ല, അല്ലെ? എന്തിനാ ജനിച്ചു, ഇനി ജീവിച്ചു, മരിച്ചു, ഇത് കഴിഞ്ഞാൽ എന്താണെന്ന് അറിയില്ല, ഒന്നുമില്ല. നമ്മൾ ഉണ്ടായി ജനിക്കുന്നു. ഞാൻ ഉണ്ടായില്ലെങ്കിൽ, ഞാൻ ജനിച്ചിട്ടില്ലായിരുന്നെങ്കിൽ ഇവിടെ ഒന്നും സംഭവിക്കില്ല. ജനസംഖ്യക്ക് യാതൊരു കുറവുമില്ല, ഒന്നും സംഭവിക്കില്ല. മാത്രമല്ല ഞാൻ ഈ കഷ്ടപ്പെട്ട് ഇങ്ങനെ ജീവിക്കേണ്ട ആവശ്യമില്ല. ശൂന്യമായിരിക്കും, ഒന്നുമില്ല. എന്തെങ്കിലും ഉണ്ടെങ്കിലല്ലേ ഉണ്ട്, ഇല്ലെങ്കിൽ ഒന്നും ശൂന്യം എന്ന് പറയുന്ന പോലെ ചിലപ്പോൾ എനിക്ക് തോന്നാം അത് എല്ലാ കാര്യങ്ങളും കിട്ടി. എനിക്ക് ആരോഗ്യം, പണം, അത്യാവശ്യം ബുദ്ധിയും ബോധം എല്ലാം കിട്ടി, ഒന്നും കിട്ടാൻ ഇനി ബാക്കിയില്ല. എന്നിട്ടും ഞാൻ പറയുന്നു ജനിച്ചില്ലായിരുന്നെങ്കിൽ എന്ത് കുഴപ്പം, ആർക്ക് കുഴപ്പം? ഇപ്പൊ ഇങ്ങനെ ചിന്തിക്കുക, 2 കുട്ടികളുണ്ടായി, ഒരു കുട്ടി മരിച്ചുപോയി, പാരൻസിന് വിഷമം ഉണ്ടാവും.
ഉണ്ടായിട്ടില്ലാണ്ടാവുമ്പോൾ, ഇല്ലെങ്കിൽ ആ വ്യക്തിക്കും വിഷമമില്ല, ആർക്കും വിഷമമില്ല, ലോകത്തിനും വിഷമമില്ല എന്ന് പറഞ്ഞ പോലെയാണ് നേരത്തെ ചോദിച്ചതിന്റെ എന്തെങ്കിലും ഒരു നേരത്തെ ചോദിച്ചത് അതൊരു കറക്ഷൻ ഉണ്ട്. കാരണം ആ ജന്മത്തിൽ നമുക്ക് ഇടപെടാനുള്ള അവകാശം ഇല്ല, നമുക്ക് അവകാശമില്ല. അതാണ് പറഞ്ഞത്, നമുക്കും ഒരു അവകാശമില്ല. നമുക്ക് സ്വാതന്ത്ര്യം ഉണ്ടെന്ന് പറയുന്നുണ്ട്, ഒരു സ്വാതന്ത്ര്യം ഇല്ല. ഇപ്പൊ ബൈബിളിലൊക്കെ പറയുന്ന ആപ്പിള് തിന്നു അതാവും, അതുകൊണ്ട് അവരെ ഇതാക്കി, അതോടുകൂടെ സ്വാതന്ത്ര്യം നഷ്ടപ്പെട്ടു, അല്ലെങ്കിൽ എന്ത് സ്വാതന്ത്ര്യമുള്ളേ? ജനിച്ചത് എന്താണെന്നറിയില്ല, മരിക്കണത് എന്തിനാണെന്നറിയില്ല, കഴിഞ്ഞിട്ട് എന്താണെന്നറിയില്ല, ആർക്കും അറിയില്ല. ഇത് ചിന്തിക്കണവനെ സംബന്ധിച്ച് ഭയങ്കര പ്രശ്നമാണ്. ചിന്തിക്കാത്തവനെ സംബന്ധിച്ച് ചിന്തിച്ചാ അന്തോ ഇല്ലേ ഒരു കുന്തോ ഇല്ല എന്ന് പറഞ്ഞ പോലെയാ. ചിലവരൊക്കെ ജീവിതം എന്ന് പറഞ്ഞാൽ എന്താ, 3 നേരം അല്ലെങ്കിൽ 4 നേരം കഴിക്കുക, ഉറങ്ങുക, പിന്നെ കിടന്നുറങ്ങുക. ദിസ് ഈസ് ലൈഫ്. ചിന്തിക്കുന്നവരെ സംബന്ധിച്ച് ഇത് വലിയ പ്രശ്നമാണ്. വാട്ട് ഈസ് ലൈഫ്? ഈ ഭൂഗോളം, ആകാശം, നക്ഷത്രങ്ങൾ, ഇതൊക്കെ എന്തൊക്കെ, അത് ആരുണ്ടാക്കി? ഉണ്ടാക്കിയവൻ ആരുണ്ടാക്കി? സൃഷ്ടിയുണ്ടോ? നിങ്ങളൊക്കെ മെന്റലായി പോവാ ഇനി അധികം നേരം ഇരുന്ന് സംസാരിച്ച. അങ്ങനത്തെ ലെവലിലേക്ക് കൊണ്ടുപോയി ഞാൻ ചിന്തിപ്പിച്ചിട്ടല്ലേ? ഇല്ല, ബോച്ചെ പറയുന്ന കുറെ കാര്യങ്ങൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ എല്ലാം ഇപ്പൊ പറയണത് എല്ലാം വസ്തുതകളാണ്, എല്ലാം ഫാക്റ്റ് ആണ്. നമ്മൾ ആ ഒരു രീതിയിൽ ചിന്തിച്ചു കഴിഞ്ഞാൽ അത് തന്നെ ശരിയെന്ന് നമുക്ക് തോന്നാം. ചോദിച്ചോളൂ. അപ്പൊ ഓക്കെ, ശരി. എന്നിട്ട് ഞാൻ എന്റെ ചോദ്യത്തിലേക്ക് പറഞ്ഞു വന്നത് ഇങ്ങനെയായിരുന്നു. ബോച്ച നല്ലൊരു മോട്ടിവേറ്റർ ആണ്, ഒരുപാട് ആളുകൾക്ക് ഇൻസ്പയർ ആകുന്ന കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഒരുപാട് ആൾക്കാർ ബോച്ചയെ ഫോളോ ചെയ്യുന്നുണ്ട്, അദ്ദേഹത്തെ പോലെ ആവാൻ, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പ്രവർത്തികൾ, വാക്കുകൾ, പ്രവർത്തികളെല്ലാം. പക്ഷേ എനിക്ക് ഒരു കാര്യത്തിൽ ഒരു വിയോജിപ്പുണ്ട്, അത് രേഖപ്പെടുത്തണം, പറയണം. അതായത് കഴിഞ്ഞ ദിവസം ഒരു ഇൻ്റർവ്യൂവിൽ ബോച്ചെ പറഞ്ഞു, ഞാൻ വോട്ട് ചെയ്യാറില്ല. അപ്പം അങ്ങനെ പറയുന്ന സമയത്ത് നമ്മുടെ സമ്മതിദാന അവകാശം നമ്മൾ വിനിയോഗിക്കില്ല എന്ന് പറയുന്നത് അത് എൻ്റെ ഒരു കുഴപ്പമാണ്, അല്ലെങ്കിൽ എൻ്റെ റൈറ്റാണ് എന്ന് ബോച്ചെ പറയുമ്പം, ഇത് കേരളത്തിലുള്ള 3.5 കോടി വരുന്ന ജനങ്ങളും കാണുന്ന, ഇഷ്ടപ്പെടുന്ന, ഇൻഫ്ലുവൻസ് ചെയ്യുന്ന അങ്ങയോട് അങ്ങേപോലെ തന്നെ ഞങ്ങളും വോട്ട് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞാൽ അതൊരു പ്രോബ്ലം അല്ലേ എന്നൊരു ചിന്ത എൻ്റെ എളിയ മനസ്സിൽ തോന്നി. കറക്റ്റാണ്. അപ്പം അത് തിരുത്തണം എന്നൊരു ചിന്തയുണ്ടോ? എനിക്ക് വേണ്ടി അല്ലെങ്കിലും ഞാൻ പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റ് അത് ഒന്നുകൂടെ റീതിങ്ക് ചെയ്യാനുള്ള ഒരു ചാൻസ് ഉണ്ടോ? അങ്ങനെയൊക്കെ ഒരു ഇത് വരികയാണെങ്കിൽ എന്തായിരിക്കും അതിനുള്ളൊരു മറുപടി? തീർച്ചയായിട്ടും ഞാൻ ചെയ്യുന്നത് തെറ്റാണെന്ന് ബോധ്യമുണ്ട്. എൻ്റെ ഏറ്റവും നല്ല ക്വാളിറ്റി എന്ന് ഞാൻ സ്വമേധയാ പറയുന്നതും എന്നെ അടുത്തറിയുന്നവരും പറയുന്നൊരു ക്വാളിറ്റി തെറ്റ് ആണെങ്കിൽ ഞാൻ അത് തെറ്റാണെന്ന് പറയുകയും അത് അക്സെപ്റ്റ് ചെയ്യുന്ന ഒരു മെൻറ്റാലിറ്റി, അക്സെപ്റ്റിംഗ് മെൻറ്റാലിറ്റി എനിക്കുണ്ടെന്നാണ് പറയുക. അത് ഞാൻ ചെയ്യുന്നത് തെറ്റാണ്, ഞാൻ തന്നെ പറയാറുണ്ട്. അടുത്ത ഇലക്ഷന് വോട്ട് ചെയ്യാനായിട്ട് പോകും, അതുകൊണ്ട് തിരുത്താൻ ശ്രമിക്കും. പല പ്രാവശ്യം ആ നേരത്തെ പറഞ്ഞ പോലെ ആ ദിവസം പലപ്പോഴും ഇങ്ങനെ പ്രിപ്പയർ ചെയ്യും. പലരും എന്നെ ഉപദേശിക്കാറുണ്ട്, മന്ത്രിമാരായാലും അല്ലാത്തവരൊക്കെ ആയാലും, പക്ഷേ ഇത് റോങ് മെസ്സേജാണ്, വോട്ടിൻ്റെ ഇത് കുറഞ്ഞു വരികയാണ്, നിങ്ങളെപ്പോലെയുള്ളവർ ഇത് പറയും കൂടെ ചെയ്തു കഴിഞ്ഞാൽ ഞാൻ വിചാരിക്കും ശരിയാണല്ലോ, ചെയ്യേണ്ടതല്ലേ, നോക്കാമെന്ന് പറയും. ആ സമയത്ത് പോവാൻ തോന്നിയില്ലെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ ഈ കമാൻഡ് കിട്ടണ്ടേ ഇവിടുന്ന് പോണോ പോണ്ടേ എന്നുള്ളത്. അതുകൊണ്ട് ശ്രമിക്കും. തെറ്റാണ്, ആരും അത് ആവർത്തിക്കരുത്, എന്നെ ഫോളോ ചെയ്യരുത്. തീർച്ചയായിട്ടും ശ്രമിക്കും, എന്നല്ലെങ്കിൽ നാളെ സംഭവിക്കാം. എന്നെ പോലെ തന്നെ അവൻ, നേരത്തെ ബോച്ചെ പറഞ്ഞ പോലെ എന്നെ പോലെ തന്നെ അവൻ നിങ്ങൾ ശ്രമിക്കരുത്, നിങ്ങൾ നിങ്ങളുടെ ബുദ്ധിയും കൂടെ യൂസ് ചെയ്തിട്ട് നിങ്ങളാവുക, അല്ലേ? നിങ്ങൾക്കുള്ളൊരു കൗണ്ടറാണ്. ഓക്കെ, താങ്ക് യു നിപിൻ. അപ്പം സന്തോഷം. ഞാൻ എന്തായാലും അടിപൊളി, നിങ്ങൾ എന്നെ ഞെട്ടിച്ചു വന്നിട്ട് ആ പരിപാടികളൊക്കെ കാണിച്ചിട്ട്. ശരി, താങ്ക് യു. അപ്പൊ മദർ തെരേസയെ കുറിച്ച് നാളെ എന്തൊക്കെയാണ്, മഹാത്മാഗാന്ധിയെ കുറിച്ചിട്ടായാലും, യേശു ക്രിസ്തുവിനെ കുറിച്ചിട്ടായാലും, അല്ലെങ്കിൽ ഇപ്പൊ കൃഷ്ണൻ എന്ന് പറഞ്ഞാൽ 16,000 ഭാര്യമാർ അങ്ങനെ പറയും. അപ്പോ നമ്മളൊക്കെ പച്ചയായ സാധാരണ മനുഷ്യര്. മനസ്സിലായോ മാളൂട്ടിക്ക്? ആരാ ബോച്ചെ?